ഹലോ ഗായ്സ്, ഹലോ ഫ്രണ്ട്സ്. മല്ലു പോസ്റ്റ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല ചൂടാണ്. എന്നാ പറയുന്നത്, ഇവിടുത്തെ ചൂടിന് നല്ല ചൂടാണ്. അതാ ഈ നാട്ടിലൊക്കെ 29 ഡിഗ്രീസ് സെൻറ്റിഗ്രേഡ് സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞു ഇത്ര ചൂടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ ചൂടിന് എന്തോ നന്നായിട്ട് പൊള്ളുന്ന പോലത്തെ ഫീലാണ്. അങ്ങനെയാണിപ്പോൾ. ഈ തൊപ്പി ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റില്ല. മറ്റേ ക്രീമൊക്കെ ഉണ്ടല്ലോ, സൺസ്ക്രീൻ അങ്ങനെയുള്ള ക്രീം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരിയുടെ നല്ലതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ ഹാറ്റ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പിന്നെ സൺഗ്ലാസ്, അത് മതി. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 10:45 സമയം. ഇത് ഉച്ച കഴിയുമ്പം കൂടാനാണ് സാധ്യത. നാട്ടിലൊക്കെ ആകുമ്പം ഉച്ച കഴിയുമ്പോഴത്തേക്കും കുറയുമല്ലേ. ഇവിടെ ഒരു 2 മണിയൊക്കെ കഴിയുമ്പം ഇപ്പോൾ 29 എന്നുള്ളത് ഫോർകാസ്റ്റിൽ 32ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായിരിക്കും. മാത്രമല്ല നമ്മുടെ വാനിൻ്റെ അകത്തൊന്നും AC ഇല്ല. ഇപ്പോൾ ഉള്ള പുതിയ വാനിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇരിക്കുന്ന വാൻ പഴയതാണ്. അതിനകത്ത് ഹീറ്റർ മാത്രമേ ഉള്ളൂ, എയർ കണ്ടീഷൻ ഇല്ല. അപ്പം അങ്ങനെ അതും പാടാണ്. ഈ വഴി ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു നേരത്തെ വീഡിയോയിൽ ഉണ്ട്. അപ്പം വിൻ്ററായിരുന്നു, ഇപ്പം സമ്മറാണ്, നല്ല ചൂടാണ്. നെക്സ്റ്റ് ഹൗസ് ഈസ് 27. ഇവിടുത്തെ ചൂടിന് എന്നാ പറയുക, തണുപ്പാണെങ്കിലും നല്ല തണുപ്പ്, ചൂടാണെങ്കിലും നല്ല ചൂട്, എല്ലാം നല്ല കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം ഒന്നും ഇതില്ല, ഒളിമറയില്ല. എല്ലാം നമുക്ക് ആവശ്യത്തിന്. അത് ഒരാളിങ്ങനെ പറഞ്ഞു കേട്ട്, പൊല്യൂഷൻ കുറവായതുകൊണ്ട് മറ്റേ ആകാശത്ത് അങ്ങനെ മറയൊന്നുമില്ലല്ലോ. ഒരാൾ പറഞ്ഞു കേട്ടോ, നമുക്കുള്ളതല്ല. പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകാശത്ത് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും അങ്ങനെയൊക്കെ ഇവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശമാണേലും ഇപ്പം തണുപ്പാണേലും എല്ലാം നല്ലപോലെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ ഒരാൾ പറഞ്ഞു, അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇനിയുള്ളത് 23. റോഡ് ഉണ്ടെങ്കിൽ വലിയ പാടാണ്. ഞാൻ ക്രോസ് ദ റോഡ്. ഈ വഴി തുറീറ വണ്ടിയാണ്. ക്രോസ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. ഓക്കെ, ഒരു ഗ്യാപ്പ് കിട്ടി പറഞ്ഞേക്കാം. 16 അല്ലല്ലോ നമുക്ക് 14. 16 കുറച്ച് പാസറുണ്ട്. അപ്പം നമുക്കിവിടെ കുറച്ച് പാർസൽസ് ഡെലിവറി ചെയ്യാം.
16-ലാണോ 18-ലാണോ അറിയില്ല. Yes, 16. എല്ലാം ഉണ്ട്. 1, 2, 3, 4 ഉണ്ട്. ഓക്കെ. അതടിപൊളിയായിരുന്നു. ഒരു 4 പാഴ്സലിൽ ഒരു പാഴ്സലിൽ സ്കാൻ ചെയ്തപ്പോൾ തന്നെ 4ഉം ഒരു വീഡിയോട്ടായതുകൊണ്ട് 4ഉം സ്കാൻ ചെയ്യേണ്ടി വന്നില്ല. എല്ലാം പോപ്പപ്പ് ഒന്നുകൂടെ എല്ലാം കൂടെ കയറി പറ്റും. എനിക്ക് എപ്പോഴും ചോക്ലേറ്റ് വരുന്ന പുള്ളിയുടെ വീടായി. എന്നും ചോക്ലേറ്റ് വരുവോ. ഇന്നലെ പുള്ളി തന്നില്ല കേട്ടോ. എന്നും തരുന്നല്ല, തന്നില്ലെന്നല്ല, കണ്ടില്ലായിരിക്കും. കണ്ടാൽ ഇറങ്ങി വരും. വീഡിയോ എടുത്തുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് സ്ലോ ആകും എന്നുള്ളത് സംശയമൊന്നുമില്ല. ഇന്നെനിക്ക് പുള്ളിക്ക് ലെറ്റർ ഇല്ല കേട്ടോ. പുള്ളിയുടെ ഹൗസ് നമ്പർ 24 ആണ്. എനിക്ക് 26 ലെറ്റർ ഉള്ളൂ. ഞാൻ 26 പോട്ടെ. ഇതിപ്പം അടുത്ത ആഴ്ചയും ഈ ആഴ്ച കൂടുതൽ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ അടുത്ത ആഴ്ചയും ചൂടാണെന്നാണ്. ഇതിലും കൂടുതൽ ചൂടുള്ളതായിട്ട് കാണുന്നില്ല, പക്ഷേ ചൂട് തന്നെയാണെന്നാണ് കാണുന്നത്. ഈവനിങ്ങിൽ കളക്ഷന് പോകുന്നതൊക്കെ ഇച്ചിരി പാടാണ്. ഈവനിങ് ഡ്രൈവിങ് കളക്ഷൻ, പോസ്റ്റ് ബോക്സ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് കളക്ഷൻ, ഇങ്ങനെയുള്ള കളക്ഷന് പോകുന്നതൊക്കെ ഇച്ചിരി പാടാണ്. പാടില്ല, പാട് തന്നെ. എല്ലാവരും ഉണ്ട്, ചൂടല്ലേ. വണ്ടിയിൽ AC ഇല്ല. ഞാൻ ഒരു 7 വർഷത്തോളം ഗൾഫിൽ ഒക്കെ ജോലി ചെയ്തു. ദുബായിലൊരു 4 വർഷം, അല്ല ഷാർജയിലൊരു 4 വർഷം, ദുബായിലൊരു 3 വർഷം ജോലി ചെയ്തു. അന്നേരം അവിടെ ചൂടായിരുന്നെങ്കിലും ഇത്ര ചൂട് ഫീലായിട്ടില്ല. കാരണം വണ്ടിയിലെല്ലാം കണ്ടീഷൻ ആണല്ലോ. കാറാണ് യൂസ് ചെയ്യുന്നത്. കാറിലൊക്കെ അത്യാവശ്യം കാറിലാ നടപ്പും. പിന്നെ മാത്രമല്ല, റൂമിലാണേലും എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാ കമ്പനിയിലോ എവിടെയാണെങ്കിലും AC ഉണ്ടല്ലോ. ഇവിടെ തണുപ്പ് ഉള്ള നാടായതുകൊണ്ട് ഇവിടെ പലയിടത്തും AC ഇപ്പോഴും ഇല്ല എന്നതാണൊരു സത്യം. എന്ന് കരുതി കാറിലൊന്നും ഇല്ലെന്നല്ല കേട്ടോ, കാറിലൊക്കെ ഉണ്ട്. ഞാൻ വാനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വാനില്ലെന്നാണ് പറഞ്ഞത്, കാറിലുണ്ട്. എല്ലാ കാർസിലും AC ഉണ്ട്. ഇല്ലാത്ത കാറുണ്ടോയെന്ന് ചിലപ്പോൾ കാണാം, ഉണ്ടായിരിക്കാം. എന്നാലും കാറിലൊക്കെ ഉണ്ട്. വാൻസിൽ എന്താ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. കാരണം വാൻ ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴാണല്ലോ ഒരു AC-യുടെ ഒരു ഇത് വരുന്നത്. നമ്മളെപ്പോലെ കയറി ഇറങ്ങി ഉള്ള ജോലിക്ക് മാത്രമല്ല, നമ്മളാണെങ്കിൽ കൂടുതൽ സമയം പുറത്തു പോവാം, നടന്നുള്ള ജോലിയാണ്. അതുകൊണ്ടായിരിക്കാം നമ്മളെ വാനിലൊന്നും ഇല്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ മോഡലുള്ള വേറെ വാനിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ AC ഇല്ലാത്ത വാന് പൈസ കുറവുള്ളതുകൊണ്ട് അങ്ങനെ കമ്പനി കൂട്ടം ഒരു ബൾക്കായിട്ട് വാൻ മേടിച്ചത് ആ സാധ്യത ഇല്ലാതില്ല. ഒക്കെ നമുക്ക് തോന്നുന്നു കേട്ടോ, സത്യമാണോ ഒന്നും അറിയില്ല. ഇപ്പം
ഓരോ ദിവസവും ഓരോരോ ഓരോ എക്സ്പീരിയൻസാണ് പറയാൻ വന്നത് കേട്ടോ. ഓരോ ദിവസവും ഓരോരോ എക്സ്പീരിയൻസാണ്. എനിക്ക് ചിലരുടെ ഷർട്ടുണ്ട്, റോയൽ മെയിലിൻ്റെ പഴയ യൂണിഫോം. എൻ്റെ കയ്യിൽ അതില്ല. അതുണ്ടെങ്കിൽ ഈ ടീഷർട്ട് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം ഷർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ആശ്വാസം ഉണ്ടായിരുന്നു. റൈറ്റ്. അപ്പം അല്ല, ഷർട്ട് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഷോപ്പുണ്ട് നമുക്ക് യൂണിഫോം ഓർഡർ ചെയ്യാനായിട്ടുള്ള, ഓൺലൈനിൽ ഫ്രീയാണ്. അതിനകത്ത് കിടപ്പുണ്ട് ഷർട്ട്, പക്ഷേ അത് ഹാഫ് സ്ലീവാണ്. ഞാൻ ഹാഫ് സ്ലീവ് ഇടത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെയായിട്ട് ഓർഡർ ചെയ്തില്ല. പഴയ മോഡൽ ഷർട്ട് ഫുൾ സ്ലീവ് ഉണ്ടായിരുന്നു, അത് നിർത്തി, ഇപ്പം അതില്ല. അങ്ങനെ അന്നേരം പഴയ യൂണിഫോമുള്ള ആരുടെയും ചോദിക്കണം, അവരുടെ നിന്നും മേടിച്ച് തരണം കടം. ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് നല്ല ചൂടാണ്. ഇത് മറ്റേ വിൻ്റർ വെയറിൽ വരുന്ന തണുപ്പിനെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സൈസ് ഒരു മെറ്റീരിയലുണ്ട്, അത് വീണ്ടും ഭയങ്കര ചൂടാണ്. മാത്രമല്ല എന്തെങ്കിലും ഒരു ജാക്കറ്റോ എന്തെങ്കിലും വീട്ടിലെ പണി നടക്കത്തില്ല. കാരണം ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, പേന, പോക്കറ്റ് കിട്ടണം. പിന്നെ 739 കാർഡ്സ്, അതായത് ഡെലിവറി. ഇപ്പോൾ നോ ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാഴ്സലോ ലെറ്ററോ അവർക്കൊരു ചെറിയ നോട്ട് നമ്മൾ എഴുതി വിടണം. ഞങ്ങൾ വന്നിരുന്നു, സമയവും ഡേറ്റും നിങ്ങളെ മിസ്സായിപ്പോയി, നാളെ ഞങ്ങൾ വരും. നാളെയും വന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ ചെന്നിട്ട് അവർ ഡോറ് തുറന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് കൂടി ഇടണം. ഞങ്ങൾ ഇന്നും വന്നിരുന്നു, നിങ്ങൾ ഡോർ തുറന്നില്ല, അതുകൊണ്ട് പാഴ്സൽ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞത്. അന്നേരത്തേക്കും അങ്ങനെ കാർഡുണ്ട്. അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ കാർഡ് വേണം. അതൊന്നും ടീഷർട്ട് ഇട്ടാൽ നടക്കില്ല. എന്തെങ്കിലും ഒരു ജാക്കറ്റോ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടാൽ പറ്റും, പക്ഷേ ഇട്ടോട്ട് നടപ്പ് ഇച്ചിരി പാടാണ് എനിക്ക്. പലരും പാൻറ്റിൻ്റെ പോക്കറ്റിൽ നടക്കുന്നുണ്ട്, എനിക്ക് നടക്കാൻ ഒരു കാലിലൊക്കെ തട്ടുമ്പോൾ എന്താ പറയുക. അതുകൊണ്ട് ഞാൻ ഇടാറില്ല പാൻറ്റിൻ്റെ പോക്കറ്റിൽ. ഓക്കെ. അന്നേരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നല്ല ചൂട്, എപ്പോഴും വെള്ളം കുടിക്കണം എല്ലാവരും. ഓക്കെ, ചൂടുള്ളിടത്തുള്ളവർ. ഞാനും വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷേ ഒത്തിരി വെള്ളം കുടിക്കും. ഒറ്റ കവള് പോലും കുടിക്കാൻ പറ്റില്ല, പകുതി കവളാണ് കുടിക്കുന്നത്. മുള്ളാൻ പറ്റിയാൽ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ വണക്കം.